കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വേറെ പേർക്ക് എന്നെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ? നടുവിന് കൈയും കൊടുത്ത് താഴേക്ക് ഇറങ്ങിയാളെ നോക്കിയാൽ പറയുന്ന കേട്ടാണ് ചാന്ദിനിയും പ്രവീണയും അങ്ങോട്ട് എത്തിയത്. അവന്റെ ആ വർത്താനത്തിൽ ചാന്ദിനി കണ്ണുമിഴിച്ച് ചെക്കനെ നോക്കുന്നുണ്ട്. മിനി എന്നാൽ പറമ്പിൽ കിടക്കുന്ന 2 വിറകെടുത്ത് അകത്തേക്കിടാൻ പറഞ്ഞെന്ന് ഇപ്പൊ വിറകിറക്കാൻ റെഡിയായി വന്നിരിക്കുന്നവൻ അവരോട് പറയാത്തതൊന്നുമില്ല. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലടാ. അശോകൻ പാർത്ഥിക മറുപടി എടുക്കുമ്പോൾ അലസമായി ഒന്ന് മൂളിയവൻ. അപ്പോഴേക്കും കയ്യിൽ അശോകന് കൊടുക്കാനുള്ള കാശുമായി തിങ്കൾ വരുന്നുണ്ട്. വിറകുവര ശരിയായിട്ടില്ല, ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് മുറ്റത്തെ മാവിനോട് ചേർന്നുള്ള സ്ഥലത്താണ് വിറകെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. നാളെ വിറകുവര ഒന്ന് ഒതുക്കി ആവശ്യമില്ലാത്ത പാത്രങ്ങളും മറ്റു സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ആക്രിക്കടയിൽ കൊടുക്കാൻ അങ്കിളിനെ തന്നെ വിളിക്കുമെന്ന് തിങ്കൾ പറഞ്ഞിരുന്നു. അയാളത് സമ്മതിക്കുകയും ചെയ്തു. പ്രവീണ ചെന്ന് തിങ്കളുടെ കയ്യിൽ പിടിച്ചു. സുഖല്ലേ മോൾക്ക്? ജയിലിൽ നിന്ന് വന്നവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. പാർട്ടി പെരുവിറുത്ത് മുഖമൊന്ന് വെട്ടിച്ചതും കണ്ണെത്തി നിന്ന് തിങ്കളിലേക്ക് തന്നെയാണ്. ആകെ വിയർത്തു വിളിച്ച് അലസമായി വാരിക്കെട്ടിവെച്ച മുടിയുമായി ചോദിച്ച ചോദ്യം തന്നോടല്ലെന്ന പോലുള്ള പെണ്ണിന്റെ നിൽപ്പിൽ അവന്റെ ഉള്ള അറിയാതെ ഒന്ന് പിടച്ചു നിന്നു. സംസാരിച്ചിരിക്കാൻ സമയമല്ല ആനി, ഇനി വരുമ്പോ കാണാട്ടോ. പ്രവീണ അവരുടെ മറുപടി പ്രതീക്ഷിക്കാതെ തന്നെയാണ് പിന്നെയും പറഞ്ഞു. പ്രവീണയും കൊണ്ട് അശോകൻ പോകും വരെ ചാന്ദിനിയും മന്മുവും പാർട്ടിയും അവിടെ തന്നെയുണ്ട്. അവരുടെ ഓട്ടോ അങ്ങ് പോയതും പാർത്തിയും ചാന്ദിനിയും തിങ്കളുടെയും നോക്കി. ഗേറ്റ് മടച്ച് അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്നു. അമ്മയും മകനും പരസ്പരം ഒന്ന് നോക്കി. പാർത്തി അവരെ പുരികമുയർത്തി നോക്കുന്നേരം ചാന്ദിനിയുടെ മുഖം വാടി. അവനൊന്ന് തലയാട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ചാന്ദിനിയും തിങ്കളുടെ വീണ്ടും ഉമ്മർത്തെ വരാന്തയിൽ തെളിഞ്ഞ് വെളിച്ചം നോക്കി നേരെ പാർത്തിക്ക് പുറകെ തന്നെ വീട്ടിലേക്ക് കയറി. പുറംപണിയെല്ലാം ഒരു വിധം ഒതുക്കി തിങ്കൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രി 7 മണിയായി. മുറ്റത്തെ വിറകെല്ലാം ഷീറ്റ് വെച്ച് തൽക്കാലം മൂടിയിട്ടവൾ. മഴ പെയ്യാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും മൂടിയിട്ടെന്നേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് വിറകെടുത്ത് അടുക്കളയിൽ അടുപ്പിനിടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഇൻസ്റ്റന്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം മുട്ടയെടുത്ത് റോസ്റ്റ് കൂടെ ചെയ്തു. ആരെയും കാക്കാനും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്താഴം കഴിച്ചു കഴിഞ്ഞ് തിങ്കൾ നേരെ പോയി കിടന്നു. ഇന്ന് അവൾ ജനൽ തുറക്കാൻ നിന്നിട്ടില്ല. മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ട്. ഉറക്കം കണ്ണുകളെ മൂന്ന് മുന്നേ ചേച്ചിയെ കാണാൻ വന്ന അനിയത്തിയുടെ മുഖം വെറുതെ തിങ്കളിനുള്ളിൽ പിന്നെയും തെളിഞ്ഞു വന്നു. വിങ്ങുന്നുണ്ടോ പെണ്ണിന്റെ നെഞ്ച്? തുറന്നു വെച്ച മിഴികൾ വെറുതെ ഒന്ന് കലങ്ങിയോ? എന്തിന്? ആർക്ക് വേണ്ടി? ഇതിനുള്ളിൽ എല്ലാ ബന്ധങ്ങളും കുഴിച്ചു മൂടി മണ്ണിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഈ തിങ്കളിനെ സ്നേഹിക്കാൻ തിങ്കൾ മാത്രമല്ലേ ഉള്ളൂ. മതി, താൻ മാത്രം മതി തനിക്ക്. ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ അപ്പാടെ മായ്ച്ചു കളഞ്ഞവൾ നാളെ എന്തൊക്കെയാണ് തന്റെ പരിപാടികളെന്ന് മനസ്സിൽ കണക്കുകൂട്ടലിനിടയ്ക്കെപ്പോഴോ ഉറക്കം അവളെ തേടിയെത്തിയിരുന്നു. ആ നേരം തന്നെ അപ്പുറത്ത് പ്രവീണ പറഞ്ഞ പോലെ എല്ലാ കഥ പോലെ തന്നെ പാർട്ടിയെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചാന്ദിനി. ഫോൺ കയ്യിലുണ്ടെങ്കിലും അതിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ അമ്മ പറയുന്ന കേട്ട് പാർട്ടി അരികത്തിലെടുക്കുന്ന പുഷ്പിന് വെറുതെ തലോടിയിരുന്നു. അന്ന് ആ വിലാസിനി ചേച്ചി എൻ്റെ അരികിലേക്ക് വരുന്ന ആ കുട്ടി കണ്ടതാടാ. ഈ നാട്ടുകാരോട് താൻ അതിനെപ്പറ്റി പറഞ്ഞ കഥകളെല്ലാം അതിനറിയാം. വിലാസിനി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും വിശ്വസിച്ചെന്നും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് അടുപ്പത്തിനൊന്നും വരാതിരുന്നെന്നും തിങ്കൾ തെറ്റിദ്ധരിച്ച് കാണും. തെറ്റിദ്ധാരണയോ? സങ്കടത്തോടെയുള്ള അമ്മയുടെ സംസാരത്തിൽ പാർട്ടി കണ്ണുകൾ കുറുക്കി അവരെ നോക്കി. ആ, അല്ലാതെ അവര് പറഞ്ഞ് ഞാനെപ്പോഴാണ് വിശ്വസിച്ചേ? അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ ചുണ്ടുകൂട്ടിയും ചിരിച്ചു. പാച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയെന്ന് സത്യം. എന്നിരുന്ന് ഞാൻ ആ കുട്ടിയെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ചാന്ദിനി വിഷമത്തോടെ കൈ രണ്ടൊന്നും കൂട്ടിത്തിരുമി. ഇന്ന് രാവിലെ കണ്ടപ്പോൾ അതിന് വെറുതെ നോക്കിയെന്നാ. ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന പോലുമില്ല. ആ കുട്ടി എന്ത് കരുതി കാണും ആവോ? എന്തിരുന്ന ചന്തുവിനെ പറ്റി ആലോചിച്ചിരിക്കില്ല അവളുടെ പണി. ഒന്ന് പോമ്മ. പുച്ഛത്തോടെയുള്ള പറച്ചിലിനൊപ്പം കാലിൽ മുട്ടിയുരുമുന്ന പുഷ്പുവിനെ എടുത്ത് പാർത്തി മടിയിൽ വെച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് തിങ്കളിനോട് പഴയ പോലെ ഒന്ന് മിണ്ടാൻ പറ്റിയാൽ മതി. മനസ്സിലെ കരടൊന്ന് മാറിക്കിട്ടിയാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു അയൽക്കാരിയല്ലേ നമുക്ക് കിട്ടിയത്. വെറുതെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ തന്നെ ഒരാളായി. കുശുമ്പും കുന്നായ്മൊന്നും ആ കൊച്ചിനുണ്ടാവില്ല. നല്ലൊരു അമ്പോറ്റി മോളാ. ചാന്ദിനി നിറഞ്ഞ മനസ്സോടെയാണ് അത് പറഞ്ഞു നിർത്തിയത്. മുന്നേ അവിടെ താമസിച്ച ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനും അയാളുടെ ഫാമിലിയുമായി അത്ര രസത്തിലായിരുന്നില്ല ചന്തു. വായെടുത്താൽ നാട്ടുകാരുടെ കുറെ കുറ്റങ്ങൾ പറയുക, കൂടാതെ അടുത്ത വീട്ടിൽ, അതായത് ഇവിടുത്തെ പലതും ഒളിച്ചു കേട്ട് പുറത്തതൊരു വേറെ വിധത്തിലാണ് എത്തിക്കുന്നത്. ചാന്ദിനി അത് പലവിധ വഴിയിൽ കൂടെ അറിഞ്ഞപ്പോൾ തന്നെ ആകെ ഉണ്ടായിരുന്ന ആൾക്കാരുമായി അടുപ്പം മുഴുവനായി വിട്ടുകളയുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു 4-5 മാസം മുന്നേ അവരങ്ങ് വീട് മാറിപ്പോയതോടെ സമാധാനമായി. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാടാ അതിനോട് ചെന്ന് മിണ്ടുക? നിരാശയോടെ ചന്തു പാർട്ടിയെ നോക്കുമ്പോൾ അവൻ പുഷ്പുവിന്റെ തല മസാജിങ്ങിലാണ്. മുഖത്തെ രസഭാഗം കണ്ടാലറിയാം ഇവിടെ പറഞ്ഞൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. ചാന്ദിനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നീ ഞാൻ പറയുന്നതിലും കേൾക്കുന്നുണ്ടോടാ? പറച്ചിലിനൊപ്പം അവന്റെ കവളിൽ മുഷ്ടി ഉരുട്ടിയൊരു കുത്തും കൊടുത്ത് അവൾ. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ദേ വെറുതെ സ്വഭാവം മാറ്റിയത്. ഓരോന്നും കാണിച്ചു വിട്ടിട്ട് ഇനി എന്റെ മക്കിട്ട് കയറ്.
ഞാനെന്ത് ചെയ്യണ? മനുഷ്യനൊരു സ്വസ്ഥതയില്ല ഇവിടെ. ദേഷ്യത്തിൽ അവന്റെ ശബ്ദമുയരുമ്പോൾ ചാന്ദിനിയുടെ മുഖം ചുവന്നു കയറി. പുഷ്പ അപ്പോഴേക്കും പേടിച്ച് പാർത്തിയുടെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. അടിയിൽ കിടന്ന മന്മു തലയും പൊക്കി നോക്കുന്നു. പാർത്തിയുടെ മുഖം മുറുകി തന്നെയാണ്. അവളെ സഹായിക്കാൻ പോയിട്ട് ഒന്ന് വിറകിറക്കാൻ പോലും ചെക്കന് പറ്റിയില്ലല്ലോ. ആടാ, ഞാനതിന്റെ സ്വസ്ഥ ഇവിടെ കളയുന്നു. നമ്മുടെ വീടിനപ്പുറത്തൊരു കുട്ടി വരുമ്പോൾ അവളെ കുറിച്ച് നിനക്ക് നിന്റെ കൂട്ടുകാരോട് ചോദിച്ചാലെന്താ പ്രശ്നം? മിഥുവിന്റെ കൂടെ പഠിച്ച കുട്ടിയാത്. അവളെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനോട് അങ്ങനെ പെരുമാറുമായിരുന്നോ? അപ്പൊ എല്ലാത്തിനും കാരണം നീയാ. എന്നിട്ടിപ്പോ എന്റെ മെക്കിട്ട് കയറുന്നു. നിന്റെ സഹായം എനിക്കിനി വേണ്ടടാ. നീ നോയിക്കോ, എനിക്കറിയാം ഇനി എങ്ങനെ ആ കൊച്ചിനോട് പോയി മിണ്ടണമെന്ന്. പറച്ചിലും വെട്ടിത്തിരിഞ്ഞുള്ള പോക്കും കഴിഞ്ഞു. പാർത്തി അവിടെ കിളിപോയ മട്ടിൽ ഇരിപ്പുണ്ട്. ഇതിപ്പോ വാദിപ്രതിയായോ? പോയി കൂട്ടിക്കിടക്കണ്ട, പട്ടിയും കുട്ടി ഒരുപോലെയാ, സ്നേഹമില്ലാത്ത സാധനങ്ങൾ. ചാന്ദിനി പോകുന്ന പോക്കിൽ മന്മുവിനെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്താണ് ആ പറഞ്ഞത്. അവനും പാർത്തിയെ പോലെ തന്നെ അമ്മയെ അന്തിച്ച് നോക്കുന്നുണ്ട്. രാത്രി ഏറെയായി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് പാർത്തി മന്മുവിനെയും കൂട്ടിലാക്കി തിരിച്ചകത്തേക്ക് കയറുമ്പോൾ അപ്പുറത്തേക്ക് നോക്കി. ലൈറ്റെല്ലാം അണഞ്ഞിട്ടുണ്ട് അവിടുത്തെ. വാതിലടച്ചു പൂട്ടിയവൻ നേരെ മുറിയിലേക്ക് നടന്നു. ഇക്രവും കുഞ്ഞാപ്പൊക്കെ കൂട്ടിലാണ്. പുഷ്പവന്റെ ബാവിന്റെ വഴി അടുത്തിരിപ്പുണ്ട്. പാർത്തിയുടെ കാലുകളും ആദ്യം അങ്ങോട്ട് തന്നെയാണ് ചലിച്ചത്. അപ്പുറത്തെ ആ മുറിയുടെ ജനാല തുറന്നിട്ടില്ല. അടുക്കളപ്പുറത്തെ ജനാല തുറന്നിട്ടിരിക്കുന്നത് കണ്ടു അവൻ. പക്ഷെ അവിടെ വെളിച്ചമൊന്നുമില്ല. ഇന്നലെ വല ചൂടെടുത്തിട്ട് തുറന്നിട്ടതായിരിക്കണം മുറിയിലെ ജനൽ അവൾ തുറന്നത്. ഇന്നിപ്പോൾ കറണ്ട് ഉള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, രാവിലെ താൻ നോക്കിൽ കണ്ടിട്ടൊന്ന് അടച്ചിട്ടതല്ലായിരിക്കും. വെറുതെ സ്വയം ഒന്ന് ആശ്വസിച്ചു അവൻ. ഇന്നലെ വായിച്ചു വെച്ച ബുക്ക് വിൻഡോയിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവനെന്തോ അത് വായിക്കാൻ തോന്നില്ല ഇപ്പോൾ. എന്നാലും ഉറങ്ങാനുള്ള സമയമാവാത്തതുകൊണ്ട് ഉറക്കവും വരുന്നില്ല. വെറുതെ ഫോണെടുത്ത് സ്ക്രോൾ ചെയ്ത് ആ ജനറലിൽ തന്നെ അവൻ ഇരിക്കുന്നേരം പുഷ്പവന്റെ മടിയിലേക്ക് കയറി വന്നു. നീ അവിടെ വീട്ടിൽ കയറി പറ്റി അല്ലേടി? പൂച്ചപ്പെണ്ണിന്റെ ചെവിയിൽ പിടിച്ചു പൊക്കി ആ മുഖത്തേക്ക് നോക്കിയാൻ ചോദിക്കുമ്പോൾ ഒരു മ്യാവ് അവളും പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് അരമതിലും ചാടി വരുന്നവളെ പാച്ചു കണ്ടതാണ്. എന്നാലും എങ്ങനെ സാധിച്ചെടുത്തിട്ട് നീ അത്? എന്റെ ചന്തുവിനാ ട്രീക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ നിനക്ക്. പാർത്തി അവളുടെ കഴുത്തിൽ വിരലുരച്ചും കൊണ്ട് ചോദിച്ചു നിർത്തുമ്പോൾ കുറുകിക്കൊണ്ട് അവനെ മടിയിലേക്ക് തലനീട്ടി വെച്ച് പുഷ്പു. ഒരു നിശ്വാസത്തോടെ പാർത്തിയുടെ നോട്ടം വീണ്ടും അടച്ചിട്ട ജനലടുത്തേക്ക് പോയി തിരിച്ചു വന്നു. പറഞ്ഞറിഞ്ഞവരുടെ ജീവിതം അവനൊന്നുകൂടെ അകക്കണ്ണിൽ കണ്ടു. പാവം തോന്നുന്നുണ്ട് അവളോട്. അതോ ഇത്രയൊക്കെ സഹിച്ചു വന്നിട്ടും തളരാൻ നിൽക്കുന്ന ആ പെണ്ണിനോട് ആരാധനയാണോ? അതോ അല്ലെങ്കിൽ തന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാത്തവളോട് രോഷമാണോ തോന്നുന്നത്? എന്നിരുന്നാലും ഹൃദയം അങ്ങനെ എന്തിനോ വേണ്ടി പതിവില്ലാത്തൊരു താളത്തിലിടിക്കുമ്പോഴും അവന് മനസ്സിലായില്ല അത് അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന്. രാവിലെ ഇട്ടിരിക്കുന്ന ബ്രൗൺ കളർ ചെക്ക് ഷർട്ടിന്റെ കൈമടക്കി വെച്ചവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊരു സഞ്ചിയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന അമ്മയെ കണ്ട് അവന്റെ മിഴികളൊന്ന് ചുരുങ്ങി. എങ്ങോട്ട് പോണു രാവിലെ തന്നെ? അവന്റെ ആ ചോദ്യം കേട്ട് ചാന്ദിനി മുഖം വെട്ടിത്തിരിച്ചു. നീ അറിയണ്ട, ഇന്നലത്തെ പിണക്കം മാറിയിട്ടില്ല, അതാണ്. അപ്പുറത്തേക്കാണോ? ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് ചിരിയോടെ വന്നവൻ വാതിൽപ്പടിൽ കൈ രണ്ടും വെച്ച് പുറത്തേക്ക് തലയെത്തിച്ച് നോക്കി. ആണെങ്കിൽ നിനക്കെന്താടാ? ചെരിപ്പിട്ടുകൊണ്ട് ശുണ്ടിയോടെയുള്ള ചന്തുവിന്റെ മറുപടി. ഓ, കൈക്കൂലി കൊടുത്ത് വീഴ്ത്താനുള്ള പരിപാടിയാണല്ലേ? നല്ല ബെസ്റ്റ് ഐഡിയ. കയ്യിലെ സഞ്ചിയിലേക്ക് നോക്കിയാണ് അവന്റെ ചോദ്യം എന്ന് കണ്ടതും ചന്തുവിന്റെ കണ്ണുകൾ കൂർത്തു. ഇത് ഇച്ചിരി പച്ചക്കറിയും ഫാഷൻ ഫ്രൂട്ടാ. ഞാൻ ആ കുട്ടിയോട് കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞ. അതിനവൻ കൈയും കെട്ടി പുറത്തേക്ക് ഇറങ്ങി ഭിത്തിയിൽ ചാരിന്ന് തലയൊന്ന് ചരിച്ച് അമ്മയെ നോക്കി. പറഞ്ഞിട്ട് കുറച്ചായെങ്കിലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഏയ്, പറ്റില്ല, വേഗം ചെല്ല്. പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു വരാതിരുന്നാൽ മാത്രം മതി. അതും പറഞ്ഞ് അവൻ തിരിച്ചകത്തേക്ക് പോകുമ്പോൾ നീ പോടാ എന്നൊരു പറച്ചിലോടെ ചാന്ദിനി ഗേറ്റും തുറന്നിറങ്ങുമ്പോൾ മന്മു ആൾക്ക് പിറകെ കുണുങ്ങി പോകുന്നുണ്ട്. അകത്തേക്ക് പോയവൻ നേരെ ചെന്ന് അവന്റെ മുറിയിലേക്കാണ്. അവന്റെ റൂമിൽ ആ ബേ വിൻഡോ തുറന്നിട്ടാൽ ആ വീട് മുഴുവനായി കാണാം. ആളുടെ വീട്ടിലെ കുഞ്ഞു ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കിടക്കുന്ന അമ്മയും മന്മിനെയും നോക്കിക്കണ്ടവൻ ആടെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു. നേരിക്കുന്നു അടുക്കളപ്പുറത്തുള്ള അമ്മിക്കരികിൽ പുഷ്പു. എടി എന്നൊരു വിളി അവന് നാവിൻ തുമ്പിൽ വന്നെങ്കിലും വിളിച്ചില്ല. ആ, അവളെങ്കിലും അവിടെ ഇരിക്കട്ടെ. അടുക്കളയിൽ തുറന്നിട്ട ജനലിലൂടെ അവന്റെ നോട്ടം ചൂഴിഞ്ഞിറങ്ങി. കാണുന്നില്ല, എന്നാലും അവൾ അവിടെ ഉണ്ട്. ചെറിയ ഒച്ചയുമ്പോഴൊക്കെ അവൻ കേട്ടതാ. ചാന്ദിനി മുന്നിലെ പടിക്കെട്ടേറി വരാന്തിലേക്ക് എത്തിയിട്ടുണ്ട്. മോളെ, ചാരിയിട്ട വാതിൽ തട്ടിയുള്ള വിളി അടുക്കളയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് അടിച്ചുവാലും തുടയും കുളിയും കഴിഞ്ഞാണ് അവൾ അടുക്കളയിലേക്ക് കയറിയത്. രാവിലത്തേക്ക് പുട്ടാണ് അവൾ ഉണ്ടാക്കിയത്. പഴം ഇവിടെ ഇരിപ്പുണ്ട്. വിറകടുപ്പിൽ ചോറും വെച്ച് അച്ചിങ്ങ പയർ വെച്ച് ഒരു മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി. വെന്ത ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാന്ദിനിയുടെ വിളിയവൾ കേൾക്കുന്നത്. ഊറ്റിവെച്ച ചോറ് അങ്ങനെ പാത്രത്തിലേക്കിട്ട് ഒരു തവി കൂടെ വെള്ളം വാരാൻ വെച്ചവൾ നേരെ മുൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തട്ടി വിളിച്ചു കഴിഞ്ഞ് വെറുതെ ചാന്ദിനിയുടെ കണ്ണുകൾ അവിടെ ഒന്ന് ചുറ്റി. പുല്ല് വെട്ടി വൃത്തിയാക്കിയ മുറ്റ അടിച്ചു വാരിയിട്ടുണ്ട്. ചവിട്ടി നിൽക്കുന്ന തറയും പടിയുമെല്ലാം അടിച്ചു തുടച്ച് മെനുക്കിയിട്ടിരിക്കുന്നു. ഭിത്തിയിലും മൂലയിലും പൊടിയോ മാറാലയോ ഒന്നുമില്ല.
എല്ലായിടവും നോക്കിക്കണ്ട ചാന്ദിനിയുടെ നോട്ടം അപ്പുറത്ത് തന്നെ വീട്ടിൽ തുറന്നിട്ട ജനാലയിലൂടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നവരിലെത്തി. പടിക്കെട്ടിലിരിക്കുന്ന മന്മുഖം കണ്ടു പാർത്തിയെ. ചന്തുവിന്റെ നോട്ടം കണ്ട് പുരികം പൊക്കിയവൻ എന്താണെന്ന് ചോദിച്ചത് കണ്ണൊന്ന് കൂർപ്പിച്ചുണ്ടെന്ന് കൂടി ചാന്ദിനി നേരെ നിന്നു. ആ നേരം തന്നെയാണ് മുൻവാതിൽ അവർക്ക് മുന്നിൽ തുറന്നത്. ഇളം പച്ച നിറത്തിൽ വരുന്ന ഒരു ചുരിദാർ ടോപ്പും ചുവപ്പ് നിറത്തിൽ ഫുൾ സ്കേർട്ടും അണിഞ്ഞ് ഒരു തത്തമ്മയെ പോലെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ ചാന്ദിനി കണ്ണുകൾ വിടർത്തി നോക്കി. എന്നാൽ ചാന്ദിനിയെ കണ്ടിട്ടും ഒരു ചിരി പോലുമില്ലാതെ സ്വതവേയുള്ള മുഖഭാഗത്തോട് അവർ നോക്കി നിൽക്കുകയാണ് തിങ്കൾ. ആ നോട്ടത്തിൽ ചന്തു ഒന്ന് പതറി. എന്താ? ആ മുഖത്തെ ഭാവം പോലെ തന്നെ ഒട്ടും മയമില്ലാത്ത ശബ്ദം. ഒന്നാമത് അവളുടെ നോട്ടത്തിൽ വിരണ്ടെന്ന ചന്തു പെണ്ണിന്റെ ചോദ്യം കൂടി ആയതും വന്ന കാര്യം പറയാൻ വാക്കുകൾ കിട്ടാതെ ഒരു നിമിഷം ഉഴറിപ്പോയി. അത് മോളെ, ഞാൻ പിന്നെ ആൻറ്റി പറഞ്ഞില്ലേ അന്ന് പച്ചക്കറി കൊണ്ടുവരാന്ന്. വേറെ എന്തോ കാര്യം വന്നപ്പോൾ ഞാൻ വിട്ടുപോയി മോളെ, സോറി. പിന്നെ ഇന്ന് രാവിലെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നാ. അത്രയും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് കയ്യിലെ സഞ്ചി അവൾക്ക് നേരെ നീട്ടി ചാന്ദിനി. എനിക്ക് വേണ്ട, എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ പോലും ആ സഞ്ചിയിലേക്ക് നോക്കാതെ ആൾ ഒറ്റയടിക്ക് പറഞ്ഞു. ചാന്ദിനിയുടെ മുഖം വാടിപ്പോയി. അന്നേരം തന്നെയാണ് പടിക്കലിരുന്ന് മന്മുവിന്റെ കുര. ആൾ വേണ്ടാന്ന് പറഞ്ഞുള്ള പ്രതിഷേധം കാണിച്ചാണ് അവൻ. പക്ഷെ ആ കുരയിൽ ഇപ്രാവശ്യം ഞെട്ടിയത് ചാന്ദിനിയാണെന്ന് മാത്രം. തിരിഞ്ഞവൾ മന്മുവിനെ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ ചെക്കനൊരു മൂളിലൂടെ നാക്കകത്തേക്കിട്ട് അവിടെ കൈയും കാലും മടക്കി കിടന്നു. തിങ്കളും അവന്റെ കുരയിൽ ഞെട്ടിക്കാണെന്നോർത്ത് ചാന്ദിനി നോക്കിയതും അവൾ അവിടെ പിന്നിൽ കൈ രണ്ടും കെട്ടി കട്ടപ്പലകിൽ ഒരു ഭാഗം ചാരി നിൽപ്പാണ്. മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. മന്മുവിനൊപ്പം ചാന്ദിനിയായി നോക്കിയവൾ. തൻ്റെ തെറ്റ് തന്നെയാ, കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇപ്പോഴല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് എത്തിച്ച്. ചാന്ദിനി നിരാശയോടെ അവളെ നോക്കി. എന്നാലും അങ്ങനെ പറയല്ലേ മോളെ, ഇതുകൂടെ അകത്തേക്ക് വെച്ചേക്ക്. നല്ല നാടൻ പച്ചക്കറിയാ, ഞാൻ തന്നെ നട്ടു വളർത്തിയതാ, ഒരു വിഷമല്ല. വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. വേണ്ട, ഇത് വാങ്ങിച്ചാൽ എടുത്തു വെക്കാൻ ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല. ഇത്രയധികം ഞാൻ പെട്ടെന്ന് ഉപയോഗിക്കുകയില്ല. ഇനി ഇത് ഉപയോഗിച്ചാൽ തന്നെ ഞാൻ വാങ്ങി വെച്ചെല്ലാം വേസ്റ്റായി പോകും. അങ്ങനെ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ വേസ്റ്റായി കളയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദേഷ്യപ്പെട്ടെന്നല്ല അവൾ പറഞ്ഞത്. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ തുറന്നു പറഞ്ഞു. ചാന്ദിനിക്കത് മനസ്സിലായെങ്കിലും വല്ലാത്ത സങ്കടം. ആദ്യമായിട്ടാണ് ആൾ ഇത്രയും തന്നോട് സംസാരിച്ച്. പക്ഷെ അതാണെങ്കിൽ ഇങ്ങനെയായി പോയി. മുന്നിൽ നിൽക്കുന്നയാളുടെ മനസ്സറിയാതെയൊന്നുമില്ല തിങ്കളിനും. മുന്നേ വിശ്വസിച്ചു പോയ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ മാറ്റി ചിന്തിച്ച് കാണണം. അതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വരവ്. പക്ഷെ അതൊന്നും അവളെ ബാധിക്കുന്ന വിഷയമല്ല. ആരുടെയും ആശ്രയം പ്രതീക്ഷിച്ചിട്ടല്ല അവൾ ഇങ്ങോട്ട് വന്ന്. ആരിൽ നിന്നും സൗഹൃദമോ സഹതാപമോ കരുണയോ സ്നേഹമോ ഒന്നും അവളിപ്പോൾ മോഹിക്കുന്നുമില്ല. നിസ്വാർത്ഥമായി അവളെ സ്നേഹിച്ചിരുന്ന രണ്ടുപേർ ഈ ലോകം വിട്ട് എന്നേ പോയതാണ്. എല്ലാവരും സ്വാർത്ഥരല്ലേ? അതുപോലെ തിങ്കൾ ഇപ്പോൾ സ്വാർത്ഥയാണ്. തൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ അവളിപ്പോൾ വില കൽപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ വിഷമവും സന്തോഷവും അവളിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തുന്നില്ല. തന്നെക്കുറിച്ച് ആരെന്ത് വിചാരിച്ചാലും അവൾക്കതൊരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ പഴയ തിങ്കൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ ചിലതൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? തിങ്കളിന്റെ മറുപടിയിൽ വിഷമം കൊണ്ട് ചുളിഞ്ഞ മുഖത്തോടെ ചാന്ദിനിയുടെ നോട്ട് അപ്പുറത്തെ ജനലിൽ നിൽക്കുന്ന പാർത്തിയിലേക്കൊന്ന് പോയിരുന്നു. ദേ ചെക്കൻ്റെ ചുണ്ടിലൊരാക്കി ചിരി. ഇവനോട് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? അവന്റെ ആ ചിരി കണ്ട് ചാന്ദിനി മുഖം വെട്ടിച്ച് മാറ്റി തിങ്കളിന് നേരെ തന്നെ തിരിഞ്ഞു. മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിന് ദേഷ്യം? അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മോളെ ഞാൻ അവഗണിച്ചു. എനിക്കറിയാം മോൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന്. വിഷമായ മോൾക്ക്? ആദ്യം കണ്ട ദിവസം ഓടി വന്ന് മിണ്ടിയിട്ട് പിന്നെ എൻ്റെ തെറ്റ് തന്നെയാ. ഞാനങ്ങനെ ചാന്ദിനിക്ക് പറഞ്ഞു പൂർത്തിയാകാൻ പറ്റിയില്ല. അപ്പോഴേയും കൈ ഉയർത്തി തിങ്കൾ ആ വാക്കുകൾ തടഞ്ഞിരുന്നു. എനിക്കാരോട് ദേഷ്യവും പിണക്കൊന്നുമില്ല. എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് ഈ സംസാരം മുന്നോട്ടുണ്ടോ എനിക്ക് താല്പര്യമില്ല. ഇനിയൊന്നും പറയേണ്ടെന്നൊരു താക്കീത് വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞവൾ നിർത്തുമ്പോൾ ചാന്ദിനി അവിടെ വെച്ച് തന്റെ സംസാരം അവസാനിപ്പിച്ചു. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി കടന്നു വന്ന അവസ്ഥ, ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ അനുഭവിച്ചു തീർത്ത ജീവിതം എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നതൊട്ട് ശരിയായ കാര്യമല്ലെന്ന് ചാന്ദിനിക്ക് തോന്നി. എന്നാലും അവളുടെ അടുത്തുനിന്ന് പോവാതെ മടിച്ചു നിൽപ്പാണ് അവൾ. തിങ്കളും ഇനി എന്താ എന്ന പോലെ ഒരു നോട്ടം നോക്കി ചാന്ദിനിയെ. കയ്യിലെ സഞ്ചിയിൽ നിന്നൊരു കവർ വലിച്ച് പുറത്തേക്കിട്ട് ചാന്ദിനി, പാഷൻ ഫ്രൂട്ടാ, ഇതെങ്കിലും വാങ്ങും മോളെ? അത്രയും ദയനീയമായ ചോദ്യം. പഴുത്ത് നല്ല പരുവായതാ, പുളിയൊന്നും ഉണ്ടാവില്ല. മുറിച്ച് വെറുതെ കോരി കഴിക്കാം, അത്ര മധുര. ജ്യൂസ് ഉണ്ടാക്കിയാൽ പിന്നെ പറയേ വേണ്ട. അതല്ലെങ്കിൽ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് കലക്കി കുടിക്കാലോ. വാങ്ങിക്കൂട്ടി. തിങ്കളൊന്നും മിണ്ടാതെ അതിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ചെറു പ്രസംഗം തന്നെ പാഷൻ ഫ്രൂട്ടിനെ പറ്റി ചാന്ദിനി നടത്തി കഴിഞ്ഞു. അത് കേട്ട് കണ്ണുമിഴിച്ച് അപ്പുറത്ത് പാർത്തിയിൽ നിന്നു. അവിടെയുള്ള സംസാരവും അവനിവിടെ നിന്ന് തന്നെ കേൾക്കാവുന്നതേയുള്ളൂ. എന്നാലും ഒരാൾ ഇത്രയും മുന്നിൽ നിന്ന് വായിട്ടലച്ചിട്ടും ഇപ്പോഴും ഒരു കുലുക്കില്ലാതെ നിൽക്കുന്നവളെ അവൻ തെല്ലൊരു അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. പാവന്റെ ചന്തു, തൻ്റെ അമ്മയതുകൊണ്ട് മാത്രമല്ല അത്രയും കെഞ്ചി നിൽക്കുന്ന ആ മുഖം കണ്ട ആരാണെങ്കിലും ആ കവർ വാങ്ങിച്ചു പോകും. ഒന്ന് വാങ്ങിക്കടി പെണ്ണേ.
പാർത്തി മനസ്സിൽ വെറുതെ അങ്ങ് പറഞ്ഞു നിർത്തിയതും അവിടെ തിങ്കൾ ചാന്ദിനി നീട്ടി പിടിച്ച കവറിനുള്ളിൽ നിന്നും 2 പാഷൻ ഫ്രൂട്ട് എടുത്തു. മതി. കയ്യിലെടുത്ത് കാണിച്ച് അവൾ പറഞ്ഞ നേരം രണ്ടെണ്ണെങ്കിൽ എടുത്തില്ല എന്നൊരു സന്തോഷത്തോടെ ചാന്ദിനി തലയാട്ടുമ്പോൾ തിങ്കൾ അവരെ നോക്കി നിന്നു. എന്തിനാണ് തന്നോട് ഇങ്ങനെ അടുപ്പം കാണിക്കാൻ ഇവർ ശ്രമിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഞാൻ പോട്ടെ മോളെ, പിന്നെ വരാം. അതും പറഞ്ഞ് ചാന്ദിനി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിങ്കൾ തിരിഞ്ഞ് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ വീണ്ടും ഒരു വിളി. തിങ്കളുടെ നോട്ടം ചാന്ദിനിയിലേക്കായി. അല്ല, അത് മോളി വാങ്ങിച്ച പച്ചക്കറിയൊക്കെ ഇനി എത്ര ദിവസത്തിനുണ്ടാവും? തിങ്കൾ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. പക്ഷെ പെണ്ണിന്റെ നോട്ടം ഒന്ന് കടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അപ്പൊ ശരി മോളെ. പറച്ചിലിനൊപ്പം ഇറത്തി കിടക്കുന്ന മന്മുനെ വിളിച്ച് ചാന്ദിനി വേഗം പോകുമ്പോൾ ഈ അമ്മ എന്നൊരു പറച്ചിലോടെ പാർത്തി നെറ്റിയിൽ കൈവച്ചു. അവരോട് ഇറങ്ങിയത് കണ്ട് അവൻ റൂമിൽ നിന്ന് നേരെ ആൾ സെറ്റിൽ പോയിരുന്നു. 5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ചാന്ദിനി അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. 2 പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചു ആ കുട്ടി. അവന് നോക്കാതെ ഒരു പറച്ചിൽ. അവള് വാങ്ങിച്ച പച്ചക്കറി വീട്ടിലുള്ളതുകൊണ്ടാ ഇത് വാങ്ങാതിരുന്നേ. പിന്നെയും പറയുന്നുണ്ട് ചന്തു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പാർത്തി ചുണ്ട് കടിച്ചുപിടി ചിരിയടക്കുമ്പോൾ വെട്ടിത്തിരിഞ്ഞൊരു പോക്കായിരുന്നു ചാന്ദിനി അടുക്കളയിലേക്ക്. എന്നാലും ഇനിയും നാണമില്ലാത്ത തിങ്കളുടെ അടുത്തേക്ക് പോകുമെന്ന് വെറുതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.